ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായി ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ തിരുനിറ ഉത്സവം കൊണ്ടാടി. വർഷം മുഴുവൻ സമൃദ്ധമായ വിളവും ഐശ്വര്യവും വീടുകൾക്കും നാട്ടുകാർക്കും ലഭിക്കുന്നു എന്നതിന്റെ പ്രതീകമായാണ് തിരുനിറ ഉത്സവം കൊണ്ടാടുന്നത്. ഇല്ലം നിറയെന്നാൽ വീട് നിറയട്ടെ, വല്ലം നിറയെന്നാൽ കൊട്ടകൾ നിറയട്ടെ, കൊല്ലം നിറയെന്നാൽ വർഷം മുഴുവൻ നിറയട്ടെ. ഇതാണ് നിറയുടെ പിന്നിലുള്ള ഇതിവൃത്തം. ദേശപരദേവതയുടെ അനുഗ്രഹമുണ്ടായാൽ നല്ല വിളവ് ലഭിക്കുമെന്നും കൃഷി ചെയ്യുന്നവർക്ക് അതിന്റെ പങ്കു ലഭിക്കുമെന്നാണ് നിറയുടെ പിന്നിലുള്ള വിശ്വാസം. വടക്കേ മലബാറിൽ നിറ ആഘോഷിക്കുന്നതിന് പേരുകേട്ട ക്ഷേത്രമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നിറമഹോത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്നും ആൾക്കാർ പല ക്ഷേത്രങ്ങളിൽ നിന്നും ഒക്കെ ഇവിടെ വന്ന് കതിര് വാങ്ങി അവിടെ ക്ഷേത്രങ്ങളിൽ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടാണ്, ഒരു ആരാധന കേന്ദ്രമായിട്ടാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിറയാഘോഷം കൊണ്ടാടുന്നത്. നിറ ദിവസമാണ് പുത്തരിയുടെ തീയതി ജ്യോത്സ്യം നിശ്ചയിക്കുന്നത്. നിറ ഉച്ചപൂജയ്ക്ക് ശേഷം പുത്തരിയുടെ ദിവസം ഏതാണെന്നുള്ള കാര്യം ഇന്ന് നിറ തീരുമാനിക്കുന്നത് വാവ് ദിവസമാണ്. വാവിൻ്റെ ദിവസം നിറ തീരുമാനിക്കും, നിറയുടെ ദിവസം പുത്തരി തീരുമാനിക്കും. അങ്ങനെയാണ് ഇവിടെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നിറ പുത്തരി ഉത്സവത്തിൻ്റെ പ്രാധാന്യം. ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ശരിക്കും നിറ എന്ന് പറയുന്നത്. എല്ലാ കുടുംബത്തിലും ഒക്കെ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ സാധാരണ ഇവിടെ പൂജിച്ച നിറ കതിരുകൾ അവരുടെ വീടുകളിൽ പൂജമുറിയിലൊക്കെ വെക്കുന്ന ഒരു ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാർഷിക സമൃദ്ധിയുടെ അവശേഷിപ്പായ നിറ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തരുടെ വൻ തിരക്കായിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ കതിരുവെക്കും തറയിൽ നിറക്കറ്റകൾ സമർപ്പിച്ചത്. പാണ്ഡ്യൻ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഇവിടെ കറ്റകൾ സമർപ്പിക്കുവാനുള്ള അവകാശം. കാലാകാലമായി നടന്നിരുന്ന ഒരു നിറ മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ പാണ്ഡ്യൻ തറവാടുകാരാണ് അതിൻ്റെ അവകാശം. അത് അച്ഛനും കാരണവരും ആണ് മുമ്പ് നടത്തി വരുന്നത്. അതിപ്പം കുറേ കൊല്ലമായി ഇപ്പം ഞാനാണ് ചെയ്യുന്നത്. അവർ കാലമരണത്തിന് ശേഷം അതൊരു മഹാ ഉത്സവമായിട്ട് തന്നെ ഇപ്പം കൊണ്ടാടുകയാണ് ഇപ്പോൾ. ക്ഷേത്രത്തിൽ നിന്ന് വിളക്കും തളികയുമായി പാലമൃതും സംഘവും കതിരുവെക്കും തറയിലെത്തി. ചൊല്ലി വിളിച്ചതിന് ശേഷമാണ് പാണ്ഡ്യൻ സമുദായത്തിൽപ്പെട്ട സ്ഥാനികൻ നെൽക്കറ്റകൾ സമർപ്പിച്ചത്. ശേഷം ഭക്തർക്ക് നെൽക്കതിർക്കറ്റകൾ പ്രസാദമായി വിതരണം ചെയ്തു. കതിരുവെക്കും തറയിൽ കതിർക്കറ്റകൾ സമർപ്പിച്ച ശേഷം പാണ്ഡ്യൻ സമുദായത്തിൽപ്പെട്ട ആചാരസ്ഥാനികനും നാട്ടുകാരും ചേർന്ന് നെൽക്കതിർക്കറ്റകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. കൊടിമരസ്ഥാനത്തിന് മുന്നിൽ സമർപ്പിച്ച കറ്റകൾ പാലമൃതൻ ക്ഷേത്ര തിരുമുറ്റത്തേക്ക് എഴുന്നള്ളിച്ചു.
മേൽശാന്തി ഏറ്റെടുക്കുന്ന കതിർക്കറ്റകൾ ശ്രീകൃഷ്ണ മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തെത്തിച്ച് ലക്ഷ്മി പൂജ ചെയ്ത ശേഷമാണ് 2 ശ്രീകോവിലുകളിലും നിറക്കുന്നത്. സുമ ക്യാമറ കുറച്ചാത്തോ. കർക്കിടക വാവ് ദിവസമാണ് ക്ഷേത്ര ജ്യോത്സ്യൻ നിറക്കുള്ള മുഹൂർത്തം കുറിച്ചത്. ഒരു കാലത്ത് 1.5 ലക്ഷം പറ നെല്ല് പാട്ടം കിട്ടുന്ന ക്ഷേത്രമായിരുന്നു ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. ഈ മഹിത പാരമ്പര്യത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നിറ ഉത്സവം. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.